നിയമപരമായിട്ട് ഇതിന്റെ സാധ്യതകൾ പരിശോധിച്ചാൽ ആ മരണം സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഈ കല്ലറ പൊളിച്ചാൽ മാത്രമേ സ്ഥിരീകരിക്കാൻ കഴിയുള്ളൂ. ഒപ്പം ആ മരണം അത് സ്വാഭാവികമായിട്ട് സംഭവിച്ചതാണോ അസ്വാഭാവികമായിട്ട് സംഭവിച്ചതാണോ, അതിൽ എന്തെങ്കിലും ദുരൂഹതയുണ്ടോ എന്നുള്ളതെല്ലാം മറനീക്കാനുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട പരിശോധനയാണ് ഇന്ന് നടക്കുന്നത്. അത് വളരെയധികം നിർണായകവുമാണ്. ഇതിൽ നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോകും. ഇതിന് തടയിടാനുള്ള എല്ലാ ശ്രമവും കുടുംബത്തിന്റെ ഭാഗത്തു നിന്ന് നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവർ ഹൈക്കോടതിയിൽ ഹർജിയുമായി സമീപിച്ചതും. പക്ഷേ ആ ഹർജി തന്നെ അവർക്ക് തിരിച്ചടിയായി വരുന്ന രീതിയിൽ ഹൈക്കോടതിയിൽ നിന്ന് കൃത്യമായിട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടാകുന്നു. കല്ലറ പൊളിക്കണം എന്നുള്ള തീരുമാനത്തിലേക്ക് കോടതി ഇടപെടുന്നു. അങ്ങനെയല്ലേ ഉണ്ടായത് അമൽ? കോടതിയുടെ കൃത്യമായ ഇടപെടൽ തന്നെയാണ് നിർണായകമായത് എന്ന് പറയാം. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് നെയ്യാറ്റിൻകര DYSP ഷാജിയാണ്. അങ്ങനെ മുതിർന്ന ഉദ്യോഗസ്ഥർ കൂടി ഇവിടേക്ക് എത്തുകയാണ്. നേരത്തെ ഉണ്ടായിരുന്നത് നെയ്യാറ്റിൻകര പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരായിരുന്നുവെങ്കിൽ ഇപ്പോൾ കൂടുതൽ ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തുന്നു, മുതിർന്ന ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തുന്നു. ഇനി അധികം വൈകാതെ തന്നെ ഇതിപ്പോൾ നേരം പുലർന്നാൽ ഉടൻ തന്നെ ഇത് പൊളിക്കാം എന്നുള്ള നിലപാടിലേക്കാണ് പോലീസ് എത്തിച്ചേർന്നിരിക്കുന്നത്. അതിനുള്ള ക്രമീകരണങ്ങളും അവർ പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു. നേരത്തെ ഉമൈബാൻ ചോദിച്ചതുപോലെ കോടതിയുടെ കൃത്യമായ ഇടപെടൽ തന്നെയാണ് ഇതിൽ ഏറ്റവും നിർണായകമായത് എന്ന് പറയാം. കോടതി ഈ വിഷയത്തിൽ ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതിന് സമാനമായ പ്രതിഷേധത്തിനുള്ള സാധ്യത വർദ്ധിച്ചേനെ. കാരണം കൃത്യമായൊരു ചേരിതിരിവ് ഈ പ്രദേശത്തുണ്ടായി എന്ന കാര്യത്തിൽ സംശയം വേണ്ട. കുടുംബത്തെ പിന്തുണയ്ക്കുന്ന ഒരു വിഭാഗവും അതോടൊപ്പം തന്നെ ഈ അറ പൊളിക്കണമെന്ന് നിലപാടെടുക്കുന്ന മറ്റൊരു വിഭാഗവും ചേരിതിരിഞ്ഞ് രംഗത്തെത്തുന്നത് നമ്മൾ കണ്ടതാണ്. പലപ്പോഴും ഒരു സംഘർഷത്തിന്റെ അവസ്ഥയിലേക്ക് പോലും കാര്യങ്ങൾ പോയി. പക്ഷേ പോലീസിന്റെ കൃത്യമായ ഇടപെടലിലൂടെ വലിയൊരു പ്രശ്നമുണ്ടാകാതെ അതൊന്ന് ഒഴിവാക്കി വിട്ടു. ഇവിടുത്തെ ഒരു ചർച്ച എന്ന് പറയുന്നത് തന്നെ എന്ന കാര്യത്തിൽ സംശയം വേണ്ട. അത് ഈ ഒരു വിഷയത്തെ ചൊല്ലി മാത്രമാണ്. ഇതിൽ ഒന്നും ചെയ്യാൻ കഴിയുമായിരുന്നില്ല. എന്തെങ്കിലും ചെയ്താൽ തന്നെ അത് വലിയ പ്രശ്നത്തിലേക്ക് പോയേനെ. പക്ഷേ കോടതിയുടെ ഒരു നിലപാട് വന്നതോടുകൂടി തന്നെ ആദ്യം പ്രതിഷേധമുയർത്തിയിരുന്നവരെല്ലാം ആ നിലപാടിൽ നിന്നും പിന്നോട്ട് പോയി. അവരുടെ നിലപാട് ഒന്നും മയപ്പെട്ടിട്ടുണ്ട്. അതിനാൽ തന്നെ ഇനി അങ്ങനെയുള്ള സാധ്യത കാണുന്നില്ല. ഇത് പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നത് തങ്ങളുടെ അച്ഛൻ മരിച്ചതല്ല, സമാധിയായതാണ് എന്നുള്ളതാണ് കോടതിയുടെ ഇന്നലത്തെ ചോദ്യങ്ങളോടുള്ള മകൻ സനന്ദൻ്റെ പ്രതികരണം. അതായത് മരിച്ചയാൾക്കാണ് മരണ സർട്ടിഫിക്കറ്റ് ആവശ്യമുള്ളൂ, പക്ഷേ തൻ്റെ അച്ഛൻ മരിച്ചതല്ല, സമാധിയായതാണ് എന്നുള്ളതാണ് ആ മകൻ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ വിശ്വാസപരമായ ഒരു വിഷയം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. തങ്ങളുടെ അച്ഛൻ്റെ ഇഷ്ടപ്രകാരം തങ്ങളുടെ അച്ഛനെ സ്വർഗവാതിൽ തുറക്കുന്ന ദിവസം സമാധിയാക്കി എന്നുള്ളതാണ് അവർ പറയുന്നത്. അത് അച്ഛൻ സ്വമേധയാ ഇവിടെ വന്നിരുന്ന് ജീവൻ നഷ്ടപ്പെട്ടതിന് ശേഷം ഇവിടെ ഈ അറ മൂടിയതാണോ അതോ അച്ഛനെ ഇവർ സമാധിയാക്കിയതാണോ? ഇതാണ് നാട്ടുകാർ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. പോലീസിനും വ്യക്തത വേണ്ടത് ഈ ഒരു വിഷയത്തിൽ തന്നെയാണ്. അതിന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അനിവാര്യമാണ്. ഈ അറയ്ക്കുള്ളിലിരുന്നാണ് ഈ മരണകാരണം ശ്വാസം മുട്ടിയാണോ എന്നുള്ളതാണ് ഉയർന്നു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംശയം. അങ്ങനെയുണ്ടെങ്കിൽ ഈ മറ്റ് നടപടികളിലേക്കും പോലീസ് കടക്കും. അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തന്നെയാണ്. ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയ ശേഷം മറ്റ് ഈ കേസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഉയർന്നു വന്ന പരാതികളുമായി ബന്ധപ്പെട്ട് മറ്റ് നടപടികളിലേക്ക് പോകാം എന്നുള്ളതാണ് നിലവിൽ പറയുന്നത്. ഇപ്പോഴെന്തായാലും ഈ നമ്മൾ കാണുന്നത് ഈ അറ പൊളിക്കുന്നതിനുള്ള നടപടിക്രമങ്ങളുമായി പോലീസ് ഉദ്യോഗസ്ഥർ മുന്നോട്ട് പോകുന്നതാണ്. ഇവിടെ പൂർണ്ണമായും മറച്ചു കെട്ടുന്നു. പുറത്തുനിന്നും നോക്കിയാൽ കാണാൻ കഴിയാത്ത തരത്തിലാണ് ആ മറയുണ്ടാക്കിയിരിക്കുന്നത്. ഇനിയിപ്പോൾ അവിടുത്തെ ദൃശ്യങ്ങൾ നമുക്ക് കാണിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ഇവിടെ നിന്നും നമുക്ക് പുറത്തേക്ക് പോകേണ്ടിയും വരും. നമ്മളോട് നിൽക്കാൻ പറഞ്ഞ സ്ഥലമുണ്ട്. ഏകദേശം ഒരു 100 മീറ്റർ 150 മീറ്റർ അപ്പുറയാണ്. അവിടെ നിന്നാൽ നമുക്കിവിടുത്തെ ദൃശ്യങ്ങൾ കാണാൻ കഴിയില്ല. പോലീസ് ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരങ്ങൾ കൃത്യമായി തന്നെ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയും. ഇതിനുള്ളിൽ ആളുണ്ടോ എന്ന സംശയം പോലും ഉന്നയിക്കുന്ന നിരവധി ആളുകൾ ഈ നാട്ടിലുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ആ കാര്യങ്ങൾക്കെല്ലാം ഒരു നാട് മുഴുവൻ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ്. അതിനാൽ തന്നെ എന്താണ് സംഭവിച്ചത്, എന്താണ് ഇവിടെ നടക്കുന്നത് എന്നുള്ള കാര്യം കൃത്യമായി തന്നെ നാട്ടുകാർക്ക് അറിയേണ്ടതുണ്ട്. ആ കാര്യങ്ങൾ കൃത്യമായി അറിയിക്കും. പോലീസുകാർ കൃത്യമായി വിവരങ്ങൾ നമുക്ക് കൈമാറാം എന്നുള്ളതാണ് പറയുന്നത്. ഇവിടെ ഇപ്പോൾ നിരവധി മാധ്യമങ്ങൾ കഴിഞ്ഞ കുറേ ദിവസമായി മാധ്യമങ്ങളുടെ ഒരു പട തന്നെ ഇവിടെയുണ്ട്. അപ്പോൾ ഒരുപാട് ആളുകളാകുമ്പോൾ സ്വാഭാവികമായും അവരുടെ നടപടിക്രമങ്ങൾക്ക് അത് തടസ്സമാകും. അതിനാലാണ് നമ്മളോട് സഹകരിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നമ്മൾ പുറത്തേക്ക് ഇപ്പോൾ പോവുകയാണ്. ഇനിയിപ്പോൾ പോലീസുകാർ നൽകുന്ന വിവരങ്ങൾ കൃത്യമായി തന്നെ നമുക്ക് അറിയിക്കാനാകും. ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടേക്ക് ഈ പോസ്റ്റ്മോർട്ടം നടപടികൾക്കും അതോടൊപ്പം തന്നെ ഈ അറ പൊളിക്കുന്നതിനുമൊക്കെയായി കൊണ്ടുവന്നിരിക്കുന്ന സാധനങ്ങളും ക്രമീകരിച്ചിരിക്കുന്ന സാധനങ്ങളുമാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. കൂടുതൽ ഉദ്യോഗസ്ഥർ നേരത്തെ എത്തിയതിലും കൂടുതൽ ഉദ്യോഗസ്ഥർ പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ ഇവിടേക്ക് എത്തുന്നുണ്ട്. അത്
ഈ ക്ഷേത്രത്തിന്റെ പരിസരത്തേക്ക് തന്നെ പോലീസുകാരെ, പുറത്തു നിന്നുള്ള പോലീസുകാർ വന്നിരുന്ന പോലീസുകാരെ കൂടി ഇവിടേക്ക് എത്തിക്കുകയാണ്. ഇനിയും പോലീസുകാർ എത്തും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഏതെങ്കിലും തരത്തിലൊരു പ്രതിഷേധം ഉണ്ടായാൽ, പ്രതിഷേധത്തിനുള്ള സാധ്യത പോലീസ് മുന്നിൽ കാണുന്നില്ല, പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ നേരിടുന്നതിനുള്ള ക്രമീകരണമാണ് ഒരുക്കിയിരിക്കുന്നത്. ഈ നിൽക്കുന്ന സ്ഥലങ്ങൾ, നമ്മൾക്ക് തൊട്ട് പിന്നിൽ കാണുന്ന ആ പ്ലാസ്റ്റിക് മറച്ചതിന് തൊട്ടപ്പുറം ഇത്രയും ദിവസം ദൃശ്യങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ആ ഒരു അറ, അതോടൊപ്പം തന്നെ തൊട്ടിപ്പുറയായി ഒരു കൈലാസനാഥ ക്ഷേത്രം. ഈ ക്ഷേത്രം പണിതതും ഇതേ ഗോപൻ എന്ന് പറയുന്ന ആൾ തന്നെയാണ്. അതിന് തൊട്ടപ്പുറയായി ഒരു വീട്, ആ വീട് എന്ന് അവർ അംഗീകരിക്കുന്നില്ല, അത് ആശ്രമം എന്നുള്ളതാണ് അവർ അവകാശപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു 3 സ്ഥലം, ആ 3 സ്ഥലം കേന്ദ്രീകരിച്ചുള്ള അങ്ങേയറ്റം ദുരൂഹതയാണ് കഴിഞ്ഞ കുറേ ദിവസമായി കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് മുന്നിലുള്ളത്. എന്താണ് ഇവിടെ നടക്കുന്നത് എന്ന കാര്യത്തിൽ ആർക്കും ഒരു വ്യക്തതയുമില്ല. ഈ നൂറ്റാണ്ടിൽ ഇങ്ങനെയൊക്കെ നടക്കുമോ എന്ന് ആശ്ചര്യത്തോടെ ചോദിക്കുന്ന ആളുകളും, അല്ല ഗോപൻ സ്വാമി സമാധിയായതാണ് എന്ന് വിശ്വസിക്കുന്ന മറുവിഭാഗം ആളുകളും ഈ നാട്ടിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനാൽ തന്നെയാണ് ചേരിതിരിഞ്ഞുള്ളൊരു പ്രതിഷേധവും നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത്. ഈ ചോദ്യങ്ങൾക്കെല്ലാം സമാധി ആയതാണോ അതോ ആക്കിയതാണോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം അധികം വൈകാതെ ലഭിക്കും. അതിനുള്ള നടപടിയുമായാണ് പോലീസ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്.